ഈജിപ്തിലെ ലെക്സോർ നഗരത്തിൽ നൈൽ നദിയുടെ പടിഞ്ഞാറക്കരയിലെ മരുഭൂമിയിലൂടെ സഞ്ചാരം തുടരുകയാണ്. പുരാതന കാലത്ത് പ്രഭുക്കന്മാരുടെയും ഫറവോമാരുടെയും രാജ്ഞിമാരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന താഴ്വാരം കാണാനാണ് പോകുന്നത്. വാലി ഓഫ് ദ കിങ്സ് എന്നറിയപ്പെടുന്ന ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക്. പാതയുടെ ഇരുഭാഗത്തും പച്ചപ്പിന്റെ ഒരു കണിക പോലുമില്ലാത്ത മരുക്കുന്നുകളാണ്. ഫറവോമാരുടെ കുടീരങ്ങൾ തുറന്ന് മോഷ്ടാക്കൾ വിലപ്പെട്ടതെല്ലാം കവർന്നിരുന്ന ഒരു കാലത്ത് അത്തരക്കാരുടെ കണ്ണിൽപ്പെടാത്ത വിധം മരുഭൂമിയിലെ മലകളുടെ ചുവട്ടിൽ കുടീരങ്ങൾ നിർമ്മിച്ച ഒരു കാലം. മരണാനന്തര ജീവിതത്തിനു വേണ്ടതെല്ലാം ഫറവോമാരുടെയും പ്രഭുക്കളുടെയും മൃതദേഹത്തിനൊപ്പം സംസ്കരിച്ചിരുന്ന ഒരു കാലമാണത്. 1920 മുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണ് വാലി ഓഫ് ദ കിങ്സ്. അതിനും 2 ദശകങ്ങൾക്ക് മുൻപ് തന്നെ ധാരാളം ഗവേഷകർ ഇവിടെ പര്യവേഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. ഈജിപ്തിൽ ടൂറിസം സജീവമായിരുന്ന നാളുകളിൽ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തിയിരുന്നത്. ഇന്നും പാതയോരത്ത് കുറച്ച് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. വാലി ഓഫ് ദ കിങ്സിനടുത്തേക്ക് വാഹനങ്ങൾ എത്താവുന്ന ഏറ്റവും അടുത്ത ഭാഗത്തേക്കാണ് എൻ്റെ ഡ്രൈവർ നബീൽ കാർ ഓടിക്കുന്നത്. റോഡിൽ പലയിടത്തും ബാരിക്കേഡുകളും മറ്റും കാണാം. 1997 നടന്ന ടൂറിസ്റ്റ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇവിടെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. എന്നാൽ വിപ്ലവവും പ്രതിവിപ്ലവവുമൊക്കെ ഭരണരംഗത്തെ ഉലച്ച ഇക്കാലത്ത് ഇവിടെയും സുരക്ഷാ കാര്യങ്ങളൊക്കെ അയഞ്ഞ നിലയിലാണിപ്പോൾ. വലിയൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ എത്തി. ഇവിടെ ഇറങ്ങി ക്ലബ് കാറുകൾ എന്നറിയപ്പെടുന്ന ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളിൽ വേണം യാത്ര തുടരാൻ. കുറേയേറെ ടൂറിസ്റ്റ് ബസ്സുകൾ നിരന്നുകിടക്കുന്നു. അസ്വാനിലുള്ളതിനേക്കാൾ ടൂറിസ്റ്റുകൾ ലെക്സോറിലുണ്ടെന്ന് എനിക്ക് തോന്നി. പാർക്കിംഗ് യാർഡിന്റെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ സാധാരണഗതിയിലുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബാഹുല്യം. ഇവിടെയൊക്കെ ബസ്സുകളും മറ്റു ടൂറിസ്റ്റ് വാഹനങ്ങളും നിറഞ്ഞു കിടന്ന ഒരു കാലമുണ്ടായിരുന്നെന്ന് ഓർക്കണം. ഇപ്പോൾ ഒരരികിൽ കുറച്ചു വണ്ടികൾ മാത്രമേ കാണാനുള്ളൂ. രാവിലെയാണ് ഇവിടെ ഏറ്റവും അധികം സഞ്ചാരികളെത്തുക. ഉച്ച കഴിയുന്നതോടെ അന്തരീക്ഷ താപനില അസഹനീയമാം വിധം ഉയരുമെന്നതിനാലാണത്. പാശ്ചാത്യ ടൂറിസ്റ്റുകളെക്കാൾ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായും കാണാനാവുന്നത്. ജപ്പാൻകാരാണ് അതിൽ ഭൂരിപക്ഷവും. പാർക്കിംഗ് യാർഡിന്റെ അങ്ങേ തലക്കിൽ ഒരു മതിലും കവാടവുമൊക്കെ കാണാം. അതാണ് വാലി ഓഫ് ദ കിങ്സിലേക്കുള്ള പ്രവേശന കവാടം. പാർക്കിംഗ് യാർഡിലൂടെ നേരെ നടന്ന് പടിപ്പുരയിലെത്താനാവില്ല. ടൂറിസ്റ്റുകളെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തുകൂടി കയറ്റിയിറക്കിയാണ് അവിടേക്ക് വിടുന്നത്. ടൂറിസത്തിന്റെ ഒരു പ്രധാന അനുബന്ധ വരുമാനം കൗതുക വസ്തുക്കളുടെയും സുവനീറുകളുടെയും ഒക്കെ കച്ചവടത്തിൽ നിന്നുമാണല്ലോ. ഇവിടെയും കച്ചവടക്കാർക്കിടയിലൂടെ മാത്രമേ ആളുകളെ പ്രധാന കാഴ്ചയിലേക്ക് കടത്തിവിടുകയുള്ളൂ. എന്റെ ഗൈഡ് അബ്ദു ഇവിടെയുണ്ട്. അയാൾ എന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലേക്ക് നയിച്ചു. പരമ്പരാഗത വേഷം ധരിച്ച ഗൈഡുകളും ഡ്രൈവർമാരുമൊക്കെ വെറുതെ ഇരിപ്പുണ്ട് ഇവിടെ. എല്ലാവരുടെയും മുഖത്ത് ചെറിയ നിരാശയുണ്ട്. ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞതിനാലുള്ള കച്ചവടമാന്ദ്യം ഇവിടെ കണ്ടറിയാം. കടകൾ പലതും അടഞ്ഞുകിടക്കുകയാണ്. തുറന്നിരിക്കുന്നവയിലൊന്നും സഞ്ചാരികളെ കാണാനില്ല. ആർട്ട് ഗാലറികളും തുണിയും കൗതുക വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന കടകളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ഗോത്ര രൂപഭാവമുള്ള കച്ചവടക്കാർ നൂബിയൻ ഗോത്രക്കാരാണ് കൂടുതലും. വലിയൊരു ശതമാനം കടകളും അടഞ്ഞുപോയിരിക്കുന്നു. പഴയകാലത്തെ മമ്മികളുടെ ചെറുരൂപമാണ് ചിലർ വിൽക്കുന്നത്. കടകളുടെ കോംപ്ലക്സിലൂടെ നടന്ന് പടിപ്പുരയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഈ ഭാഗത്ത് കുറേ കെട്ടിടങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഇതാണ് വാലി ഓഫ് ദ കിങ്സിന്റെ പ്രവേശന കവാടമെന്ന് വ്യക്തമായി. അവിടേക്ക് നടന്നു. ആ കെട്ടിടത്തിനകത്തു നിന്നാണ് രാജാക്കന്മാരുടെ കുടീരങ്ങൾ സന്ദർശിക്കാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. അബ്ദു മുൻപേ പോകുന്നുണ്ട്. പടിപ്പുര കടന്നാൽ വിശാലമായ ഒരു പ്രദേശമൊന്നാകെ കുന്നുകളിൽ കൊത്തിയുണ്ടാക്കിയ കുടീരങ്ങളാണ് കാഴ്ച. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്.
വാലി ഓഫ് ദ കിങ്സിലെ കുടീരങ്ങളൊന്നും ക്യാമറയിൽ പകർത്താൻ അനുമതിയില്ല. അതിനാൽ താഴ്വരയുടെ ഒരു ഏകദേശ രൂപം കിട്ടുന്ന മട്ടിൽ ഒരു ഭാഗത്തു നിന്ന് കുടീരങ്ങളുടെ വിദൂര കാഴ്ചകൾ പകർത്തിയെടുക്കുകയാണ്. പുരാതന രാജാക്കന്മാരുടെ കുടീരങ്ങൾ കണ്ടെത്താനുള്ള ഉത്ഖനന പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഈ താഴ്വരയിൽ തുടരുന്നുണ്ട്. 2008 ഇവിടെ ഏറ്റവും അവസാനമായി ഒരു കുടീരം കണ്ടെത്തിയത്. അതോടെ ഫറവോമാരുടെയും രാജ്ഞിമാരുടെയും പ്രഭുക്കന്മാരുടേതുമായി 63 കുടീരങ്ങൾ ഈ താഴ്വരയിൽ കണ്ടെത്തുകയുണ്ടായി. തുത്തുഖാമോൻ ഫറവോയുടെ അതിസമ്പന്നമായ കുടീരം കണ്ടെത്തിയതോടെ ലോകത്തെ തന്നെ ഏറ്റവും പ്രാധാന്യമാർന്ന ആർക്കിയോളജിക്കൽ സൈറ്റുകളിലൊന്നായി ഇവിടം മാറിയിരുന്നു. രാജാക്കന്മാരുടെ താഴ്വരയിലെ കുടീരങ്ങളൊന്നും വിശദമായി പകർത്താനാവാത്തതിൻ്റെ നിരാശയോടെ ഞാൻ തിരികെ നടന്നു. വന്ന അതേ ഷോപ്പിംഗ് കോംപ്ലക്സിലൂടെ തന്നെ വേണം പുറത്തിറങ്ങാൻ. ജപ്പാൻകാരായ ഒരു സംഘം ടൂറിസ്റ്റുകൾ ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള വേഷമൊക്കെ ധരിച്ച് നടന്നു നീങ്ങുന്നു. വലിയ കണ്ണടയും വെയിലും പൊടിയുമൊക്കെ ചെറുക്കാൻ ചെറിയ പുതപ്പുമൊക്കെയായാണ് പോക്ക്. ഏതാനും കച്ചവടക്കാർ അവരുടെ പിറകെ കൂടിയിട്ടുണ്ട്. ഞാൻ പുറത്തേക്കുള്ള നടത്തം തുടർന്നു. ഇനി ഇവിടെ അധിക നേരം നിന്നിട്ട് കാര്യമൊന്നുമില്ല. കാറിൽ കയറി യാത്ര തുടരുകയാണ്. വെസ്റ്റേൺ മൗണ്ടൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മുഴുവൻ ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ടൂറിസം സജീവമായിരുന്ന നാളുകളിൽ കരകൗശല വ്യവസായത്തിന്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു ഇത്. അലബാസ്റ്റർ പാറ കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവിടെ നിർമ്മിച്ചിരുന്ന ശില്പങ്ങളും കൗതുക വസ്തുക്കളും പാത്രങ്ങളും ഈജിപ്തിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരെ എത്തിയിരുന്നു. ഈ പ്രദേശത്ത് വലിയൊരു വിഭാഗം ജനത്തിന്റെ ഉപജീവനമാർഗം അലബാസ്റ്റർ ശില്പനിർമ്മാണം തന്നെയാണ് ഇപ്പോഴും. ഈ മേഖലയിൽ ഇനിയും ഒട്ടേറെ പുരാതന കുടീരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഗവേഷകരുടെ നിഗമനം. 2013 ഡിസംബറിന്റെ 2ാം വാരത്തിൽ പൂർത്തിയായ ഒരു റഡാർ സർവേയിൽ കുന്നുകളിൽ മറഞ്ഞിരിക്കുന്ന ഏതാനും കുടീരങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങകലെ പ്രാവിൻകൂട് പോലുള്ള ഒരു കെട്ടിടം കാണാം. ആധുനിക കാലത്തെ ഒരു 4 നില കെട്ടിടം പോലെയുണ്ടത്. ലക്സോറിലെ പ്രശസ്തമായ മോർച്ചറി ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സൂട്ട് ആണത്. ഇനി എന്റെ ലക്ഷ്യസ്ഥാനം അതാണ്. ലോക ചരിത്രത്തിലെ തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ രാജ്ഞിയാണ് ഹാറ്റ്ഷെപ്സൂട്ട്. ക്ഷേത്രം കാണാനെത്തുന്നവരുടെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഏരിയ ഇതാണ്. ഇവിടെയും സുവനീർ കടകളുടെ ഒരു കോംപ്ലക്സിലൂടെ വേണം ക്ഷേത്രത്തിനടുത്തെത്താൻ. അബ്ദു മുൻപേ നടക്കുന്നു. ഏത് ഈജിപ്ഷ്യൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും എന്ന പോലെ തുണിയും കൗതുക വസ്തുക്കളുമൊക്കെ നിരത്തിവച്ചിരിക്കുന്ന കടകൾ. ഇപ്പോൾ ഇവയൊന്നും വാങ്ങാൻ ആളില്ലെന്ന് മാത്രം. വിജനമായ ഈജിപ്ഷ്യൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വ്യത്യസ്തമായൊരു കാഴ്ച. സഞ്ചാരികളെ പ്രതീക്ഷിച്ച് കുതിരവണ്ടികൾ. ടൂറിസം മാന്ദ്യത്തിന്റെ നാളുകളിലും ഒരു ദിനചര്യ എന്ന പോലെ കുതിരയെ വണ്ടിയിൽ പൂട്ടി എത്തിയിരിക്കുകയാണ് വണ്ടിക്കാരെന്ന് തോന്നും. എത്രയോ നാളുകളായി ഇയാളുടെ ദിനചര്യ ഇതുതന്നെയായിരിക്കുമല്ലോ. വരണ്ട പർവ്വതനിരയുടെ താഴ്വാരത്ത് കുറേയേറെ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കാണാം. ദേർ എൽ ബഹാരി അഥവാ കോംപ്ലക്സ് ഓഫ് മോർച്ചറി ടെമ്പിൾസ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് തന്നെ. മലയിൽ വെട്ടിയുണ്ടാക്കിയ ഗുഹാക്ഷേത്രത്തിന്റെ മുഖപ്പാണ് 3 നിലകളായുള്ള ഈ തൂണുകളുടെ നിര. ക്ഷേത്രം വരെ കൊടും വെയിലിൽ നടക്കുക എന്നത് ശ്രമകരമാണ്. ടിക്കറ്റ് എടുത്താൽ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ വണ്ടിയിൽ അവിടേക്ക് പോകാം. ചെറിയൊരു ട്രോളി. അബ്ദു ടിക്കറ്റ് എടുത്തിരുന്നു. ട്രോളിയുടെ പിന്നിൽ ഞങ്ങളും സ്ഥാനം പിടിച്ചു. ട്രോളി സാവധാനം മോർച്ചറി ടെമ്പിളിന് സമീപത്തേക്ക് നീങ്ങി. പ്രകൃതി നിർമ്മിച്ച ഒരു കോട്ട പോലെ പടിഞ്ഞാറൻ പർവ്വതനിര ഉയർന്നു നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ മലയുടെ പാർശ്വങ്ങളിലൊക്കെ പൊത്തുകൾ കാണാം. പ്രാചീനകാലത്തെ ശവകുടീരങ്ങളാണത്. മലയുടെ ചുവട്ടിൽ പുറം ലോകത്തുനിന്ന് മറഞ്ഞു നിൽക്കും വിധമാണ് ഹാറ്റ്ഷെപ്സൂട്ടിന്റെ ശ്മശാന ക്ഷേത്രം. മലയിൽ കാണുന്ന ഓരോ പൊത്തും ഉള്ളിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന വലിയ ഹോളുകളിലേക്കുള്ള കവാടങ്ങൾ മാത്രമാണ്. കുടീരങ്ങൾ പലതും മുന്നിലെ പൊത്തുകൾ ശ്രദ്ധാപൂർവം അടച്ച നിലയിലായിരുന്നു. കൊള്ളക്കാരുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു അത്. ദശകങ്ങൾ നീണ്ട അന്വേഷണങ്ങളിലൂടെയാണ് ഗവേഷകർ ഓരോ ഗുഹാമുഖവും കണ്ടെത്തി അതിനുള്ളിൽ കയറിയത്. താഴ്വാരത്ത് പുതിയ കാലത്തെ ചില കെട്ടിടങ്ങൾ കാണാം. ടൂറിസ്റ്റുകൾക്കായുള്ള ഒരു റെസ്റ്റോറൻറ്റും മറ്റുമുണ്ട് അതിൽ.
ഞങ്ങളുടെ ട്രോളി ഹാറ്റ്ഷെപ്സ്യൂട്ട് ക്ഷേത്രത്തിലേക്ക് അടുക്കുകയാണ്. പാർക്കിംഗ് യാർഡിൽ നിന്നും നടന്നാണ് വന്നിരുന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ വെയിൽ ചൂടിൽ കരിഞ്ഞുണങ്ങിപ്പോയേനെ. കൊടും ചൂടാണ്. ക്യാമറയിൽ ND ഫിൽറ്റർ ഓൺ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് ആ വെയിലിന്റെ തീവ്രത മനസ്സിലാവാത്തത്. ട്രോളി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കുറേ ദൂരം കൂടി നടക്കണം ക്ഷേത്രത്തിലേക്കെത്താൻ. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം DVD-കൾ വോളിയം നമ്പർ 7. സൈബീരിയ, യമൻ, ബാലി, ടർക്കി. 20 DVD-കളിൽ അസുലഭമായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം DVD-കൾ വോളിയം നമ്പർ 7. 20 DVD-കളുടെ സെറ്റിന് വില 3500 രൂപ. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. വിറകടുപ്പിനുമേൽ ചുട്ടുപഴുത്തു കിടക്കുന്ന വറചട്ടിയിൽ ഇറങ്ങി നടക്കുന്ന അനുഭവം. ദുർഗ്രഹമായ ഒരു ഭാവത്തോടെ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുകയാണ് പർവ്വതനിര. പുരാതന കാലത്തെ ഫറവോമാർ തങ്ങളുടെ കുടീരങ്ങൾ നിർമ്മിക്കാൻ ഈ പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ പർവ്വതനിരയുടെ പ്രത്യേകത തന്നെയാണ്. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഏറെ അകന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന പർവ്വതത്തിലേക്ക് കുടീരകൊള്ളക്കാരുടെ ദൃഷ്ടികൾ എത്തുകയില്ലെന്ന് തന്നെ അവർ വിശ്വസിച്ചിരിക്കണം. യന്ത്രത്തോക്കേന്തിയ സുരക്ഷാ ഭടന്മാർ ഇവിടെയുമുണ്ട്. ക്ഷേത്രത്തിന്റെ ഓരോ നിലകളിലേക്കും ചെരിഞ്ഞു കയറിപ്പോകുന്ന പടവുകളും റാമ്പും. 3500 വർഷം മുൻപത്തെ ക്ഷേത്രമാണിതെന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാം നിലയിലെ വലതുഭാഗത്തേക്കാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഈ ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വലത്തെ കോണിൽ ധാരാളം തൂണുകളുള്ള ഒറ്റനില ഭാഗം അനുബിസ് ചാപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസമനുസരിച്ച് ശ്മശാനത്തിന്റെയും മൃതദേഹ സംരക്ഷണത്തിന്റെയും ദേവനാണ് അനുബിസ്. ചതുരത്തൂണുകളിൽ 2 നിലകളോടുകൂടിയ ഈ ക്ഷേത്രഭാഗം ബെർത്ത് കൊളനേഡ് എന്നറിയപ്പെടുന്നു. റാമിന്റെ വലതുവശമാണത്. ഇതേവിധം റാമിന്റെ ഇടതുഭാഗത്തുള്ള ഇരുനില ഭാഗം ബണ്ട് കോളനേഡ് എന്നും അറിയപ്പെടുന്നു. ഇടത്തെ മൂലയിൽ കാണുന്ന മേൽക്കൂരയില്ലാത്ത ഈ ഭാഗം ഹാത്തോർ ദേവിയുടെ കോവിലാണ്. 1000 അടി ഉയരമുള്ള പർവ്വതനിരയുടെ ചുവട്ടിൽ ചരിത്രത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുകയാണ് ഹാറ്റ്ഷെപ്സ്യൂട്ടിന്റെ ശ്മശാന ക്ഷേത്രം. എന്നെ അവിടെ നിർത്തി വെയിലിൽ നിന്ന് രക്ഷ തേടി അബ്ദു താഴേക്കിറങ്ങിപ്പോയി. പർവ്വത താഴ്വാരത്ത് നിരപ്പാക്കിയെടുത്ത അതിവിശാലമായ ഒരു മുറ്റത്തിന്റെ ഒരതിരിലാണ് ക്ഷേത്രം. ഈജിപ്തിനെ സമ്പന്നതയിലേക്ക് നയിച്ച രാജ്ഞിയായിരുന്നു ഹാറ്റ്ഷെപ്സ്യൂട്ട്. ജനങ്ങൾക്കിടയിൽ തന്റെ നാമം ശാശ്വതമായി നിലനിർത്തുന്നതിനാണ് അവർ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് വേണം കരുതാൻ. താനും ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് രാജ്ഞി പ്രജകളെ വിശ്വസിപ്പിച്ചിരുന്നത്. മരണാനന്തരം താൻ ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായി വസിക്കുമെന്നും അവർ പ്രചരിപ്പിച്ചിരുന്നു. അനുബിസ് ചാപ്പലിന് മുന്നിൽ നിൽക്കുമ്പോഴും മുകളിൽ വലിയൊരു കോട്ടമതിൽ പോലെ പർവ്വതനിര കാണാം. സസ്യജാലങ്ങളുടെ നാമ്പുപോലുമില്ലാത്ത മലനിര. ഞാൻ അനുബിസ് ചാപ്പലിലേക്ക് കയറി ചെന്നു. ചുവരിൽ ധാരാളം ചിത്രങ്ങൾ. മനുഷ്യന്റെ ശരീരവും ചെന്നായുടെ തലയുമുള്ള ഈജിപ്ഷ്യൻ ദേവനാണ് അനുബിസ്. പ്രതാപകാലത്ത് അതിഗംഭീരമായൊരു ശ്രീകോവിലായിരുന്നിരിക്കണം ഇത്. ഒരു ഭാഗത്ത് അനുബിസ് ദേവന്റെ ചിത്രവുമുണ്ട്. 3500 വർഷങ്ങളുടെ തലോടലിൽ ചായക്കൂട്ടുകൾ അടർന്നുപോയിരിക്കുന്നു. എങ്കിലും അനുബിസിന്റെ രൂപം ഇതിൽ വ്യക്തമാണ്. ചുവരിൽ അതിഗംഭീരമായ കൊത്തുപണികൾ. ഭിത്തിയിൽ നിന്നും അല്പം മുഴച്ചു നിൽക്കുന്ന തരത്തിലാണ് അത് കൊത്തിവെച്ചിരിക്കുന്നത്. ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളിലെല്ലാം കാണുന്ന ചിത്രപ്പണികളുടെ സവിശേഷത ഇതാണ്. ഇലകളും മറ്റും അരച്ചുണ്ടാക്കുന്ന ചായക്കൂട്ടിന് പകരം നിറമുള്ള കല്ലും മണ്ണുമൊക്കെ അരച്ചൊരുക്കിയ ചായങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്.
ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെയെങ്കിലും ഇതൊക്കെ നിലനിൽക്കുന്നതിനുള്ള കാരണവും അതാണ്. നിലത്തിന്റെ ഭംഗി സഹസ്രാബ്ദങ്ങളിലെ മനുഷ്യപാദസ്പർശം കൊണ്ട് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ചുവരുകളും മറ്റുമൊക്കെ ഫറവോ യുഗത്തിന്റെ ആഠിത്യവും കൃത്യതയും വ്യക്തമാക്കുന്നതാണ്. അനുബിസ് ചാപ്പലിന്റെ ഒരു ഭാഗം വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. അതിനുള്ളിലായിരുന്നു ശ്മശാനദേവന്റെ വിഗ്രഹമുണ്ടായിരുന്നത്. ക്ഷേത്രത്തിന്റെ ഗാംഭീര്യം കണ്ടുകൊണ്ട് ഞാൻ നിന്നു. ഗൈഡുകൾ തങ്ങൾക്കൊപ്പമെത്തിയ ടൂറിസ്റ്റുകൾക്ക് ക്ഷേത്രക്കാഴ്ചകളും ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ പൊരുളും വിവരിച്ചു നൽകുകയാണ്. അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും രേഖപ്പെടുത്തുകയുമൊക്കെയാണ് സഞ്ചാരികൾ. ഇതാണ് ഹാറ്റ്ഷെപ്സൂട്ട് ക്ഷേത്രത്തിന്റെ ബെർത്ത് കൊളനൈഡ് എന്നറിയപ്പെടുന്ന ഭാഗം. അടുത്തടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന ചതുരത്തൂണുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഓരോ തൂണിലുമുണ്ട് ചിത്രപ്പണികൾ. മുകളിൽ മറ്റൊരു നില കൂടി ഉള്ളതുകൊണ്ടാവാം അടുത്തടുത്തായി ഇത്രയും തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ തൂണിലും ഹൈറോഗ്ലിഫിക്സ് ലിപിയിൽ ചരിത്രം കുത്തിവച്ചിരിക്കുന്നു. ഹാറ്റ്ഷെപ്സൂട്ട് രാജ്ഞിയും ദേവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരണങ്ങളാണ് ഇവയിൽ പലതും. ഇടയ്ക്ക് ഫറവോയുടെ ചിത്രവുമുണ്ട്. സ്വർഗത്തിന്റെ താക്കോലുമായി നിൽക്കുന്ന ഫറവോ. ഹാറ്റ്ഷെപ്സൂട്ട് രാജ്ഞിയുടെ ദിവ്യജനനത്തിന്റെ കഥ വിവരിക്കുന്ന ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് ഇവിടം ബെർത്ത് കൊളനൈഡ് എന്നറിയപ്പെടുന്നത്. ബെർത്ത് കൊളനൈഡിന് മുന്നിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച ഇതാണ്. റാമ്പിനെ ഒന്ന് ചുറ്റി ഞാൻ ക്ഷേത്രത്തിന്റെ ഇടത്തെ കോണിലേക്ക് നടന്നു. ഇതാണ് ഹാത്തോർ ദേവിയുടെ ശ്രീകോവിൽ. അത് ചെറിയ രീതിയിൽ തകർന്നിരിക്കുന്നതിനാൽ മുട്ടുകളൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. പുതുതായി പണിത ഒരു ചെറു പ്ലാറ്റ്ഫോം. അതിൽ നിന്ന് വേണം ക്ഷേത്രം കാണാൻ. ബണ്ട് കോളനൈഡാണ് ഈ കാണുന്നത്. അതിനരികിലൂടെ നടന്നു വേണം ഹാത്തോർ ക്ഷേത്രത്തിലേക്ക് കയറാൻ. ഇതാണ് ശ്മശാന ക്ഷേത്രത്തിൽ ഹാത്തോറിനെ ആരാധിച്ചിരുന്ന ഭാഗം. അനേകം തൂണുകളോടുകൂടിയ ശ്രീകോവിലാണ് ഇതും. മിക്ക തൂണുകളിലും പശുച്ചെവികളോടുകൂടിയ ഹാത്തോറിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. ഞാൻ ആ തൂണുകൾക്കിടയിലൂടെ കുറച്ചു നേരം നടന്നു. ദേവതയുടെ ശിരസ് എവിടെയും കാണാം. രാജാക്കന്മാരുടെ താഴ്വരയുടെ രക്ഷകയായിരുന്നു ഹാത്തോർ. ഗോരക്ഷയുടെയും പ്രേമത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ ദേവത. ഹാറ്റ്ഷെപ്സൂട്ടിന്റെ കാലത്ത് വിശേഷ ദിവസങ്ങളിൽ ഹാത്തോറിനു വേണ്ടി പ്രത്യേക പൂജകൾ ഈ ശ്രീകോവിലിൽ നടന്നിരുന്നു. ഈ ക്ഷേത്ര കോംപ്ലക്സിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നതും ഹാത്തോറിനാണെന്ന് ചരിത്രകാരന്മാർ വിവരിക്കുന്നു. BC 27 ആണ്ടിലുണ്ടായ ഒരു ഭൂകമ്പത്തിലാണ് ഹാത്തോറിന്റെ ശ്രീകോവിൽ മേൽക്കൂര അടർന്നു വീണ് നശിച്ചത്. ഗൈഡുകൾ തങ്ങളോടൊപ്പമുള്ള ടൂറിസ്റ്റുകൾക്ക് വിശദമായ ചരിത്രം വിവരിച്ചു നൽകിക്കൊണ്ട് നടക്കുന്നത് കാണാം. എന്റെ ഗൈഡാവട്ടെ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന കാരണത്താൽ ടിപ്പിന്റെ സാധ്യത കുറവാണെന്ന തിരിച്ചറിവിൽ മറ്റെങ്ങോ പോയിരിക്കുന്നു. എന്നെ ഒരാളെക്കൊണ്ട് ഈ 48 ഡിഗ്രി ചൂടിലൂടെ നടക്കുന്നത് അയാൾക്ക് ലാഭകരമല്ല എന്ന കാര്യം എനിക്കുമറിയാം. അതിനാൽ പാവത്താൻ അബ്ദു എവിടെയെങ്കിലും തണൽപ്പറ്റിയിരിക്കട്ടെ എന്ന് ഞാനും കരുതി. പല കാലങ്ങളിൽ നാശം നേരിട്ട ഒരു ക്ഷേത്രമാണിത്. ഹാറ്റ്ഷെപ്സൂട്ടിന് ശേഷം അധികാരത്തിലേറിയ ഫറവോ തുത്മോസ് മൂന്നാമനാണ് ആ തകർക്കലിന് തുടക്കമിട്ടത്. ഹാറ്റ്ഷെപ്സൂട്ടുമായി കടുത്ത ശത്രുതയിലായിരുന്ന തുത്മോസ് മൂന്നാമൻ അധികാരം കൈവന്ന ഉടനെ ചെയ്തത് രാജ്ഞിയുടെ പ്രതിമകളെല്ലാം ഇടിച്ചു തകർത്ത് കളയുക എന്നതാണ്. റാമ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് താഴെ മറ്റൊരു അത്ഭുതം കാണുന്നത്. തകർന്നടിഞ്ഞ മഹാക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ. ഹാറ്റ്ഷെപ്സൂട്ടിന്റെ ശ്മശാന ക്ഷേത്രത്തെ പോലെ വിപുലമായ ക്ഷേത്രക്കെട്ടുകൾ വേറെയുമുണ്ടായിരുന്നു ഇവിടെ. പർവ്വതമടിത്തട്ടിലെ വിശാല മൈതാനത്തിന്റെ പല കോണുകളിലായി അതിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. എത്രയോ ആളുകളുടെ ദശകങ്ങൾ നീണ്ട അധ്വാനമാണ് ഈ ഓരോ ക്ഷേത്രവും യാഥാർത്ഥ്യമാക്കിയത്. മൂന്നാമത്തെ നിലയിലേക്ക് കയറാനായി ഞാൻ അടുത്ത റാമ്പിലേക്ക് ചെന്നു. ഏതോ വാഹനം തള്ളിക്കയറ്റാൻ എന്നോണം പടവുകളുടെ ഇരുഭാഗത്തും സംവിധാനം. നിർമ്മാണത്തിലെ കൃത്യതയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാവുന്നത്. 3500 വർഷം മുൻപത്തെ ഈജിപ്തിലെ വാസ്തുനിർമ്മാണ കുശലതയുടെ തെളിവാണിത്. മാനവ സംസ്കാരത്തിന്റെ ഇന്നലകളുടെ പ്രൗഢി തന്നെയാണ് ഈ കാഴ്ചയിലൊക്കെ വ്യക്തമാകുന്നത്. ഈജിപ്തിന്റെ പുരാതന നാഗരികത നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ചിലപ്പോഴെങ്കിലും ആധുനികതയുടെ ഗർവിനെ ഈ നിർമ്മിതികൾ നാണിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാം നിലയിൽ നിന്നുള്ള കാഴ്ചയാണിത്. മരുഭൂമിയിൽ ഉടലെടുത്ത ഒരു മാനവ സംസ്കൃതിയുടെ നേർചിത്രമാവുകയാണ് ഈ കാഴ്ചകൾ. ക്ഷേത്രത്തിന്റെ മൂന്നാം നിലയുടെ മുൻഭാഗം ഹോറസ് ദേവനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്.
അപ്പർ ഈജിപ്തിന്റെ പ്രതീകമാണ് ക്ഷേത്രത്തിന്റെ ഈ നിലയെന്ന് ചില ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ഹോറസിന്റെ പ്രതിമകളാണ് ഇവിടുത്തെ തൂണുകളിലെല്ലാം ഉള്ളത്. ഒരറ്റത്തു നിന്ന് നോക്കുമ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിന്റെ കൃത്യതയും ഗാംഭീര്യവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. വരണ്ട പർവ്വതത്തിന്റെ പാർശ്വത്തിൽ ഇത്തരമൊരു ക്ഷേത്രം നിർമ്മിച്ച ശില്പിയെ മനസ്സാ നമിച്ചു പോകുന്നു. സെൻമുട്ട് എന്നു പേരുള്ള ഒരാളാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്ന് പുരാരേഖകൾ പറയുന്നു. മണ്ണും പാറയും നീക്കാനോ പാറകൾ വെട്ടിയെടുക്കാനോ യന്ത്രസാമഗ്രികൾ ഒന്നുമില്ലാതിരുന്ന കാലമാണതെന്ന് ഓർക്കണം. ക്ഷേത്രത്തിന്റെ മുൻഭാഗം അതിവിശാലമായ ഒരു ചത്തുരമാണ്. തൂണുകളിലെല്ലാം ഹോറസ് ദേവന്റെ ഒരേ വലിപ്പത്തിലുള്ള പ്രതിമകൾ. പണ്ട് ഇവയിലെല്ലാം ചായം പൂശിയിരുന്നു. കാലപ്രവാഹത്തിൽ അതൊക്കെ അലിഞ്ഞുപോയിരിക്കുന്നു. മൂന്നാം നിലയിലെ ഈ ശില്പത്തൂണുകൾക്കിടയിലൂടെ വേണം ക്ഷേത്രത്തിന്റെ സാങ്ച്വറിയിലെത്താൻ. ഇതിലെ നടക്കുമ്പോൾ മാത്രമാണ് ഇത്ര നേരം കണ്ടതെല്ലാം ക്ഷേത്രത്തിന്റെ പടിപ്പുര മാത്രമാണെന്ന് മനസ്സിലാവുന്നത്. മുന്നിൽ അങ്ങു ദൂരെ കുറെ തൂണുകളും വാതിലുമൊക്കെ കാണാം. ഒരു നടുമുറ്റത്തിനപ്പുറമാണത്. മലയുടെ ഉള്ളിലേക്ക് തുരന്നുണ്ടാക്കിയ വലിയൊരു ക്ഷേത്രം. സൂര്യദേവനായ അമുൻ റായ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണിത്. ഫറവോമാരുടെ കാലത്ത് വർഷത്തിലൊരിക്കൽ താഴ്വരയിൽ നടക്കുന്ന ഉത്സവത്തിൽ പങ്കുചേരാൻ സൂര്യദേവൻ നേരിട്ടെഴുന്നള്ളിയിരുന്നുവെന്നാണ് ഐതിഹ്യം. ആ ദിവസം അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വിശ്രമിച്ചിരുന്നതായി പ്രാചീന ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. 3 നിലകളുള്ള മുൻകെട്ടിടം പിന്നിട്ട് ഞാൻ മലയിലേക്ക് തുറക്കുന്ന തുരങ്കത്തിന് മുന്നിലെത്തി. തകർന്നുപോയെങ്കിലും ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന വൈപുല്യം ഓർമ്മിപ്പിക്കുന്നതാണ് തൂണുകളും കവാടങ്ങളുമെല്ലാം. ഇതാണ് സാങ്ച്വറിയുടെ മുൻഭാഗത്തെ നടുമുറ്റം. ചുറ്റിലും തകർന്നു തൂണുകൾ. ഈ വാതിലിലൂടെയാണ് ഞാൻ സാങ്ച്വറിയുടെ സമീപത്തേക്ക് കയറി വന്നത്. 3 നിലകളുള്ള പടിപ്പുരയുടെ ഏറ്റവും മുകളിലെ ഭാഗമാണിത്. ഹാറ്റ്ഷെപ്സൂട്ട് പണിത സാങ്ച്വറിയെ ടോളമി 8-ാമന്റെ കാലത്ത് ഒന്ന് പുതുക്കിപ്പണിതിരുന്നു. അമുൻറായുടെ കോവിലിന് പുറമെ തന്റെ ഇഷ്ടദൈവങ്ങളായ ഇംഹോട്ടപ്പ്, അമൻഹോട്ടപ്പ് എന്നിവരുടെ ശ്രീകോവിലുകൾ കൂടി ടോളമി അതിൽ സ്ഥാപിക്കുകയും ചെയ്തു. മോർച്ചറി ടെമ്പിളിന്റെ 3-ാം നിലയിലെ വാതിലിലൂടെ ഞാൻ പുറത്തേക്ക് നടന്നു.